അടുത്ത 3 മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, മഴ കനക്കും എന്ന് തന്നെയാണല്ലോ മുന്നറിയിപ്പ്. എന്തൊക്കെയാണ് ഈ നിർദ്ദേശങ്ങളായി അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളായി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്? സ്വാതി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മഴയ്ക്കൊരു ശമനമുണ്ടായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന ഒരു മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത്. കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും മുകളിലായി ചക്രവാത ചുഴിയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ കാറ്റും ശക്തമായി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിൽ സംസ്ഥാനത്ത് മഴ കനത്തിരിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഇന്ന് സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഇവിടങ്ങളിലൊക്കെ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നിലവിൽ ലഭിക്കുന്നത്. കൂടാതെ തന്നെ ശക്തമായ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുമുള്ള സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കാറ്റും മിന്നലും അപകടകാരികളാണ്. മഴ ഇപ്പോൾ വലിയ തോതിൽ ശക്തമായ മഴയാണെങ്കിൽ പോലും ഇടവിട്ടിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ നിലവിൽ ഒരു അപകടകാരിയല്ല. ഇടവിട്ട് ലഭിക്കുന്ന മഴയായതുകൊണ്ട് തന്നെ ഒരു അപകടകാരിയല്ല. എന്നാൽ ഇടിമിന്നലും കാറ്റും അപകടകാരിയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നിലവിൽ ലഭിക്കുന്നത്. പക്ഷേ കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനൊന്നും വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതേപോലെ കാലാവസ്ഥ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വിലക്ക് ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇനി വരുന്ന ദിവസങ്ങളിലും മഴ കനക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു കാലവർഷം വരുന്ന ഈ ഒരു ആഴ്ചയുടെ അവസാനത്തോടു കൂടി വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മഴ കനക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. സ്വാതി. ശരി സനിസ.